ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. സോ നമ്മുടെ ഡേ 6 ഓഫ് ചലഞ്ചാണ്. ഇനി ഒരു വീക്കിലേക്ക് ഒരു ഡേ മാത്രമേ ഉള്ളൂ. എന്തായാലും ചലഞ്ച് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നൈറ്റ് ചില ദിവസങ്ങളിൽ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല എന്നത് ഒഴിച്ചിട്ട് ബാക്കിയൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. വർക്കൗട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ചില ദിവസം വർക്കൗട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിൻ ഉണ്ട്, ചില ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിൻ ഇല്ല. അത് എനിക്ക് നോർമലാണ്. ആൻഡ് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ഉണ്ട്. ബിക്കോസ് നമ്മളൊരു ചലഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും നമുക്ക് ഇങ്ങനെ അത് മൂവായി എന്ന് മനസ്സിലാവുന്ന സമയത്ത് ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു വീക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ഡേ മാത്രമേ ഉള്ളൂ. സോ ഇന്ന് എനിക്ക് ക്ലാസ് ഒന്നുമില്ല, ഇന്ന് നേരെ ജിമ്മിലേക്കാണ് പോണത്. ഇന്നത്തെ എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് കട്ട് ഫ്രൂട്ട്സ് ആണ് കഴിക്കണത്. ഞാൻ കുറച്ച് പഴം എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ആപ്പിൾ, പൊമഗ്രാനൈറ്റ്, കുറച്ച് ഡേറ്റ്സ് ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കഴിക്കണത്. എന്തോ മോർണിംഗ് കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാൻ ഒരു ത്വര. സോ നമുക്ക് എന്നാൽ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് തന്നെ രാവിലെ മോർണിംഗ് ബിഗിൻ ചെയ്യാന്ന് ഓർത്ത്. സോ എന്നാൽ ഞാൻ ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് റെഡി ആവണം, ജിമ്മിൽ പോകണം. പിന്നെ ഇന്ന് എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്ത ജിം ബേസിൽ പാൻറ് വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇന്നൊരു പാൻറ്റിൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങി ഇത് സെയിം കളർ പാൻറ് തന്നെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്, സെയിം കളർ പക്ഷെ ഞാൻ ഓർഡർ ചെയ്തത് സെയിം കളറാണ്, പക്ഷെ ജിം വെയർ ആയിട്ട് തന്നെയാണ് ഓർഡർ ചെയ്തേക്കണേ. സോ ഇന്ന് അത് ഇട്ടിട്ട് പോകാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. സോ നമുക്ക് പെട്ടെന്ന് ഫുഡ് ചേർത്തിട്ട് നമുക്ക് റെഡി ആയിട്ട് ജിമ്മിലേക്ക് പോവാം. ഇന്നൊരു മോർണിംഗ് കുറച്ച് നല്ല ഹാപ്പിനെസ് ഉണ്ട്, എന്താണെന്ന് അറിയത്തില്ല. അതാണ് ഇന്ന് പോവാം. ഒരു 1 വീക്ക് ഓഫ് ചലഞ്ചിൽ എനിക്ക് മനസ്സിലായിരിക്കുന്ന കാര്യം, നമ്മുടെ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫുഡ് കറക്റ്റ് ടൈമിൽ എടുക്കണ സമയത്ത് നമ്മുടെ വെയിറ്റിൽ നല്ല മാറ്റം വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ജിമ്മിലെത്തിയിട്ടുണ്ട്. ഇന്ന് എൻ്റെ ഷോൾഡർ ഡേ ആണ്. എത്തിയപ്പോൾ തന്നെ വാമപ്പ് ചെയ്തു. അപ്പോഴേക്കാണെങ്കിൽ ജിമ്മിലെ മെഷീൻസ് സർവീസ് ചെയ്യാൻ വേണ്ടി 2 ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അപ്പോൾ വെയിറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തില്ല, കുറച്ച് കാർഡിയോസ് ചെയ്തു, ത്രെഡ്മില്ലിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് 10 മിനിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഓർബിറ്റിലാണ് കയറിയേക്കണത്. അതും കറക്റ്റ് 10 മിനിറ്റ് തന്നെയാണ് ഞാൻ ചെയ്തേക്കണത്. ഞാനാണെങ്കിൽ ഓരോ വർക്കൗട്ടും 2x സ്പീഡിലാണ് ഇട്ടേക്കണത്, കണ്ടിട്ട് ബോർ അടിക്കാതിരിക്കാൻ വേണ്ടി. ഇന്ന് എൻ്റെ ഷോൾഡർ ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ചെയ്തേക്കുന്ന വർക്കൗട്ട് ഷോൾഡർ പ്രസ് ആണ്. ഇതിൽ ഞാൻ വെയിറ്റ് ഒന്നും ഇട്ടിട്ടില്ല. മാത്രമല്ല ഇത് ഞാൻ 10ന്റെ 3 സെറ്റായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ സെക്കൻഡ് വർക്കൗട്ട് വന്നിട്ട് ലാറ്ററൽ റേസ് ആണ്. അത് ഞാൻ ഒരു 20യുടെ 3 സെറ്റായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ എടുത്തേക്കുന്ന വെയിറ്റ് 1 ഹാൻഡ് 2.5ന്റെ ഡംബൽ വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. നെക്സ്റ്റ് ഞാൻ ചെയ്തേക്കുന്ന വർക്കൗട്ട് ഡംബൽ ഷോൾഡർ റേസ് ആണ്. ഇത് ഞാൻ 15ന്റെ 3 സെറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഞാൻ എടുത്തേക്കുന്ന വെയിറ്റ് 7.5ന്റെ ഡംബലാണ് എന്റെ ഹാൻഡ് എടുത്തേക്കണത്. വർക്കൗട്ട് ഡംബൽ ഫ്രണ്ട് റേസ് ആണ്. എറ്റ് എ ടൈം 1 ഹാൻഡിൽ 5 kg വെച്ചിട്ടാണ് ചെയ്തേക്കണത്. ഇത് ഞാൻ 1 ഹാൻഡ് 20x3 സെറ്റായിട്ടാണ് ചെയ്തേക്കണത്. നെക്സ്റ്റ് ഞാൻ ചെയ്തേക്കുന്ന വർക്കൗട്ട് ബാർബൽ ഷോൾഡർ പ്രസ് ആണ്. ഇത് ഞാൻ 20x3 സെറ്റായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വർക്കൗട്ട് മിലിറ്ററി പ്രസ് ആണ്. ഇതിൽ ഞാൻ വെയിറ്റ് ഇട്ടേക്കുന്നത് 2.5ന്റെ ഡിസ്ക് ആണ് 1 സൈഡ്. ഇത് ഞാനൊരു 15ന്റെ 3 സെറ്റായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞ് ഇനി നേരെ വീട്ടിൽ വിട്ടപ്പോഴാണെങ്കിൽ അവിടെ ഒരു കുഞ്ഞ്
കുഞ്ഞ് ആപ്പിൾ കഴിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ കുടുംബക്കാരെല്ലാവരും വന്നിട്ട് തന്നെ കപ്പ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഞാൻ അവരുടെ കൂടെ ഞാനും കൂടെ കുക്കിങ്ങിന് കയറിയിട്ടുണ്ടായിരുന്നു. കപ്പ കിട്ടിയോണ്ട് തന്നെ ചിക്കൻ മസ്റ്റാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചിക്കൻ വരട്ടിയെടുക്കാൻ ഓർത്തു. അപ്പോഴേക്കാണെങ്കിൽ കപ്പ നന്നായിട്ട് തന്നെ ഉടഞ്ഞു വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ ആണെങ്കിൽ അടുപ്പത്തിൽ നിന്ന് നന്നായിട്ട് കുറുകി വരണ്ടോണ്ടിരിക്കുകയായിരുന്നു. ദേ അവസാനം ഞാൻ നല്ല രീതിയിൽ വരട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ദേ ഇതാണ് ഞാൻ ഇന്നത്തെ ഫുഡായിട്ട് കഴിച്ചിട്ടുള്ളത്. ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് സ്കിപ്പ് ചെയ്തിട്ടാണ് ഒരു 5 മണി 6 മണിയൊക്കെ ആയപ്പോൾ ഈ കപ്പയും ചിക്കനും കഴിച്ചേക്കണേ. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ ഫുഡ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.